കാർഗോ വിമാനങ്ങൾ വഴി യൂറോപ്പിൽ നിന്ന് പശുക്കളെയും അമേരിക്കയിൽ നിന്ന് അതിന് തിന്നാനുള്ള പുല്ലും ഇറക്കുമതി ചെയ്ത് വേനൽ ചൂടിനെ അതിജീവിക്കാൻ പശുത്തൊഴുത്തിൽ AC വെച്ച് കൊടുത്താൽ എങ്ങനെയുണ്ടാവും? ശ്രദ്ധിക്കണം, വിമാനം വഴി പശുക്കളെയാണ് ഇറക്കുമതി ചെയ്തത്. ശരിക്കും ഖത്തർ എന്ന അറബ് ഇസ്ലാമിക രാജ്യം തങ്ങൾ ഉപരോധം നേരിട്ടപ്പോൾ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ചെയ്ത ചെറിയൊരു കാര്യം മാത്രമാണിത്. ഉപരോധിച്ച സൗദി അറേബ്യ അടക്കമുള്ള ശക്തരായ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ഒന്നുപോലും പാലിക്കാതെ ഉപരോധത്തെ അതിജീവിച്ച ഖത്തറിന്റെ മറ്റ് ബുദ്ധികൾ കൂടി അറിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. 1981 രൂപം കൊണ്ട ഗൾഫ് രാജ്യങ്ങളുടെ സംഘടനയാണ് GCC അഥവാ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ബഹ്റിൻ, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് GCCയിലെ അംഗങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളും അയൽ രാജ്യങ്ങളും ഒക്കെ ആയതിനാൽ അറബ് ഇസ്ലാമിക സാംസ്കാരിക സ്വത്തുക്കളുടെ അടിസ്ഥാനത്തിൽ പൊതു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അംഗരാജ്യങ്ങൾക്കിടയിൽ ഐക്യവും ഒരുമയും കൈവരിക്കുക എന്നതാണ് GCCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ 2017 GCCയിലെ ചില രാജ്യങ്ങളെല്ലാം ചേർന്ന് അംഗരാജ്യമായ ഖത്തറിനെ ഉപരോധിച്ചു. ആ ഉപരോധം അവസാനിക്കുന്നത് 2021 മാത്രമാണ്. എന്തായിരുന്നു ഈ ഉപരോധത്തിന്റെ കാരണം? ഉപരോധം ഖത്തറിനെ ഏതെല്ലാം രീതിയിലാണ് ബാധിച്ചത്? ശരിക്കും ഖത്തർ ഈ ഉപരോധത്തെ എങ്ങനെ മറികടന്നു? ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2017 ഖത്തറിനെ ഉപരോധിക്കാൻ GCC രാജ്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ തീരുമാനത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അറിയാൻ 2010 പോകണം. 2010കളുടെ തുടക്കത്തിൽ അറബ് ലോകമെമ്പാടും വ്യാപിച്ച സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളുടെയും സായുധ കലാപ പരമ്പരകളെയും പറയുന്ന പേരാണ് അറബ് സ്പ്രിംഗ്. താരതമ്യേന എണ്ണ സമ്പത്ത് കുറഞ്ഞ അറബ് രാജ്യങ്ങളെ ഇത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അഴിമതിക്കും സാമ്പത്തിക മാന്ദ്യത്തിനും എതിരായ പ്രക്ഷോഭങ്ങൾ എന്ന രീതിയിൽ ടുണീഷ്യയിലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. പിന്നീട് ലിബിയ, ഈജിപ്ത്, യമൻ, സിറിയ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലേക്കും പ്രക്ഷോഭങ്ങൾ വ്യാപിച്ചു. പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളെ പ്രക്ഷോഭകർ പുറത്താക്കി. ഒരു രാജ്യത്തെ നിലവിലുള്ള ഭരണം അട്ടിമറിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവും. ഇത് സിറിയ പോലുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകൾ ശക്തി പ്രാപിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. സിറിയയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപങ്ങളുടെ എല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സംഭവങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ സംഭവങ്ങളുടെ തുടർച്ചയാണ് അവിടങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധങ്ങളിൽ ഏർപ്പെട്ട ചില ഗ്രൂപ്പുകളെ ഖത്തർ സപ്പോർട്ട് ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. കലാപം നടക്കുന്ന രാജ്യങ്ങളിലെ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കുകയും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ ഖത്തർ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് GCC രാജ്യങ്ങൾക്ക്, പ്രധാനമായിട്ടും സൗദി അറേബ്യയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇത് പറയുന്നതിന് മുന്നേ പ്രവാസി സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പ്രവാസികളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വലിയ തുക മുടക്കിയിട്ട് കുറഞ്ഞ റിട്ടേൺ കിട്ടുന്ന ഇൻഷുറൻസുകൾ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, എടുക്കുകയും ചെയ്യരുത്. മറിച്ച് കുറഞ്ഞ തുകയ്ക്ക് വലിയ കവറേജ് കിട്ടുന്ന NRI ടേം ഇൻഷുറൻസ് ആരെങ്കിലും എടുത്തിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ എടുത്തു വെച്ചേക്കൂ. ഉദാഹരണത്തിന് 802 രൂപയ്ക്ക് 2 കോടിയുടെ കവറേജ് ഒക്കെ കിട്ടുന്ന പ്ലാനൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ ഒരു തിരിച്ചടി ഇനി വരാൻ പോകുന്നത് 18% പ്രീമിയത്തിൽ ഇത്ര കാലവും പ്രവാസികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുറവ് ഉടൻ അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസ് നോക്കുന്നവർ പെട്ടെന്ന് തന്നെ കമന്റിലെ ലിങ്ക് വഴി നോക്കിക്കോളൂ. കാത്തിരുന്നാൽ കുറഞ്ഞ തുകയ്ക്ക് കിട്ടുന്നത് ഇനി ലഭ്യമാണെന്നില്ല. പിന്നെ ഈ ടേം ഇൻഷുറൻസ് എല്ലാവർക്കും കമ്പനി കൊടുക്കുന്ന ഒന്നല്ല. വിദ്യാഭ്യാസം, പ്രായം, വരുമാനം ഒക്കെ നോക്കിയിട്ടാണ് ഇത് കൊടുക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ യോഗ്യത ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തു വെച്ചോളൂ. നമ്മൾ മരണപ്പെട്ടാലും ക്യാൻസർ പോലുള്ള 75ഓളം ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലും ഒക്കെ സർക്കാരിൻ്റെ 5-10 ലക്ഷം രൂപ ഒന്നും ആവണമെന്നില്ല. കുടുംബത്തിന് അത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എന്താണെങ്കിലും എടുത്തിരിക്കണം. പല പ്ലാനുകൾക്കും 85 വയസ്സ് വരെയും 100 വയസ്സ് വരെയൊക്കെ കവറേജ് ഉണ്ടാവും. ഏറ്റവും പെട്ടെന്ന് തന്നെ എടുത്താൽ ആ പ്രീമിയം അവസാനം വരെ അടച്ചാലും മതി. പക്ഷെ താരതമ്യം ചെയ്തിട്ടെടുക്കണം. അത്തരത്തിൽ 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് താരതമ്യം ചെയ്തെടുക്കാൻ വേണ്ട ലിങ്കാണ് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുള്ളത്. GST വെയ്വർ അടക്കം നേടി 23% വരെ കുറഞ്ഞ പ്രീമിയത്തിന് നിങ്ങൾക്ക് അതുവഴി ടേം ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. പറഞ്ഞതുപോലെ ലിങ്കും കാര്യങ്ങളും എല്ലാം കമന്റിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് കാലാവധി കഴിഞ്ഞാൽ അടച്ച പണം തിരിച്ചു കിട്ടുന്നതും കിട്ടാത്തതുമായ എല്ലാ തരം പ്ലാനുകളെയും താരതമ്യം ചെയ്യാവുന്നതാണ്. എന്താണെങ്കിലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, മേൽപ്പറഞ്ഞ കലാപങ്ങൾ നടന്നുകൊണ്ടിരുന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികപരമായി മറ്റും ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളാണ് GCC രാജ്യങ്ങൾ. അതുകൊണ്ട് ഈ സംഭവങ്ങളുടെ തുടർച്ച ഇവിടങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്, പ്രത്യേകിച്ച് ഖത്തർ പോലുള്ള രാജ്യത്ത്. കാരണം ജനങ്ങൾ സന്തുഷ്ടരാണ്, നല്ല സമ്പന്നമായിട്ടുള്ള രാജ്യവുമാണ്. പക്ഷേ താരതമ്യേന ഉയർന്ന ജനസംഖ്യയുള്ള സൗദി പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ വിപ്ലവങ്ങളെല്ലാം
ചെറിയ രീതിയിലെങ്കിലും നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സൗദി അറേബ്യ ഈ പ്രക്ഷോഭങ്ങളെ ശക്തിയുക്തം എതിർക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല കാരണം. സൗദിയും ഖത്തറും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപും അത്ര നല്ല രീതിയിലായിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്. 20-ാം നൂറ്റാണ്ടിൽ സൗദി മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ നേതാവെന്നതുപോലെ ഉയർന്നു വന്നിട്ടുള്ള ഒരു രാജ്യമാണ്. ബഹ്റിൻ, UAE തുടങ്ങിയ രാജ്യങ്ങൾ സൗദിക്ക് കൂടെ സ്വീകാര്യമായിട്ടുള്ള രീതിയിലായിരുന്നു വിദേശ നയങ്ങൾ പോലും സ്വീകരിച്ചിരുന്നത്. ആദ്യകാലത്ത് ഖത്തറിന് ഈ സംഭവങ്ങളെ വലിയ രീതിയിൽ എതിർക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എന്നാൽ 1995-ൽ ഖത്തറിലെ അധികാരം മാറിയതോടുകൂടി ഈ സ്വഭാവത്തിൽ, അതായത് ഖത്തറിന്റെ സൗദിയോടുള്ള മനോഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. 1995-ൽ അന്നത്തെ ഖത്തറിന്റെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽത്താനിയെ ഒരു സൈനിക നീക്കത്തിലൂടെ അധികാരത്തിൽ നിന്ന് നീക്കി അദ്ദേഹത്തിന്റെ മകനായ ഷെയ്ഖ് ഹമദ് ഭരണത്തിലേറി. ഈ സംഭവത്തിന് മുന്നേ ഖത്തർ സൗദിക്ക് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് എങ്കിൽ പുതിയ ഭരണത്തിൽ സൗദിയുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമാവാനുള്ള ശ്രമങ്ങളാണ് ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഉദാഹരണത്തിന് ഇറാനെ പിന്തുണയ്ക്കുന്നത് പോലുള്ള നടപടികൾ ഖത്തറിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ശ്രദ്ധിക്കണം, സുന്നി മുസ്ലിം ഭരണം നിലനിൽക്കുന്ന സൗദി അറേബ്യയുടെ പ്രധാന എതിരാളിയാണ് ഷിയ രാജ്യമായിട്ടുള്ള ഇറാൻ. ഈ സംഭവങ്ങൾ നടന്നതുകൊണ്ട് തന്നെ ഭരണമാറ്റത്തിന് ശേഷം 1996-ൽ സൗദിയുടെ നേതൃത്വത്തിൽ ഖത്തറിന്റെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന് ഖത്തർ വാദിക്കുന്നുണ്ട്. ആ സമയത്ത് ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിച്ച് ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നു. കാരണം ഖത്തർ സ്വതന്ത്രമായിട്ട് വിദേശ നയങ്ങൾ സ്വീകരിക്കുന്നത് സൗദിക്ക് സ്വീകാര്യമായിരുന്നില്ല. 1996-ൽ തന്നെ ഖത്തർ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന അൽ ജസീറ എന്ന ന്യൂസ് ചാനലിന്റെ പ്രവർത്തനവും ആരംഭിക്കുകയാണ്. ഈ ചാനൽ പലപ്പോഴും സൗദിയെ വിമർശിക്കുന്ന തരത്തിലുള്ള വാർത്തകളും വിവരണങ്ങളും എല്ലാം പ്രക്ഷേപണം ചെയ്യുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതേ തുടർന്ന് 2002-ൽ സൗദി ഖത്തറിലെ തങ്ങളുടെ അംബാസിഡറെ തിരിച്ചു വിളിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ പലപ്പോഴും ഖത്തറിന്റെ താൽപ്പര്യങ്ങളിൽ പലതും സൗദിക്ക് എതിരായിട്ട് വരികയാണ്. 2000-ന്റെ തുടക്കത്തിൽ മാത്രമായിരുന്നില്ല അൽ ജസീറ പോലുള്ള ഖത്തർ സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞ അറബ് സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കവറേജുകൾ നൽകിയിരുന്നു. ഇത് കൂടാതെ 2018-ൽ ഇസ്താംബുളിലെ സൗദി എംബസിയിൽ വെച്ച് സൗദി മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ടതുൾപ്പെടെ സൗദിയെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരവും അൽ ജസീറ പാഴാക്കിയിരുന്നില്ല. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് നമുക്കറിയുന്നത് പോലെ സൗദി അറേബ്യ പലപ്പോഴും അൽ ജസീറയെ നിരോധിച്ചിട്ടുമുണ്ട്. ശരിയാണ്, ചരിത്രപരമായി സൗദിയെ എതിർക്കുന്ന പല നിലപാടുകളും ഖത്തർ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും എന്തിനായിരിക്കും ഖത്തർ അറബ് സ്പ്രിംഗ് പോലുള്ള പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത്? ഇവിടെയും സൗദിയായിരുന്നു ലക്ഷ്യം. അയ്യോ പാവം, അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യം സ്ഥാപിക്കണമെന്നോ മതഭരണം ശക്തമാവണമെന്നോ ഖത്തറിന് താല്പര്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതാനാവില്ല. ഈ രാജ്യങ്ങളിലുള്ള സൗദിയുടെ സ്വാധീനം കുറയ്ക്കുവാനും അവിടങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഇത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ച് സൗദി അറേബ്യ ഖത്തറിനെതിരെ സൈനിക അട്ടിമറിക്ക് ശ്രമിച്ചത് ഞാൻ പറഞ്ഞ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ സൗദി അറേബ്യയെ പിന്തുണയ്ക്കുന്ന ഭരണാധികാരികൾ പണ്ടുതൊട്ടേ ഉണ്ട്. അവർക്ക് ഖത്തറിനെ എതിർക്കാനും അട്ടിമറിക്കാനും മടിയില്ലതാനും. ഇവരെയെല്ലാം ഭരണത്തിൽ നിന്ന് മാറ്റാനാണല്ലോ അറബ് സ്പ്രിംഗ് പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവരെ പിന്തുണച്ചാൽ സൗദി അനുകൂല ഭരണം മാറി ഖത്തർ അനുകൂല ഭരണം വരും. അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളിൽ സൗദിക്ക് അനുകൂലമായി നിലനിൽക്കുന്ന ഭരണാധികാരികളെ അട്ടിമറിച്ച് തങ്ങളുടെ പിന്തുണയോടെ മറ്റൊരു ഭരണാധികാരി അധികാരത്തിലെത്തുന്നതാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം. പക്ഷെ സൗദിയെ പിണക്കിയാൽ ഒരു പ്രധാന വെല്ലുവിളിയുണ്ട്. അതാണ് ഓയിൽ. ഹൈഡ്രോ കാർബൺ, അതായത് ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുടെ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനമാണ് ഖത്തറിന്റെ മൊത്തം വരുമാനത്തിന്റെ ഭൂരിഭാഗവും. സൗദി അറേബ്യയുമായിട്ടുള്ള ഒരു ചെറിയ കര അതിർത്തി ഒഴികെ ഭൂമിശാസ്ത്രപരമായി ഖത്തർ കടലാൽ ചുറ്റപ്പെട്ട ഒരു ഉപദ്വീപാണ്. സൗദി അറേബ്യ ആണെങ്കിൽ ഏറ്റവും വലുതും ശക്തവുമായിട്ടുള്ള ഗൾഫ് രാജ്യമാണ്. ഖത്തറിന്റെ പ്രകൃതിവാതക പൈപ്പ് ലൈനുകളും അതിർത്തി സുരക്ഷയും അതുപോലെ ഏതൊരു തന്ത്രപരവും വാണിജ്യപരവുമായ കാര്യങ്ങളിലും സൗദി അറേബ്യയ്ക്ക് എപ്പോഴും വലിയൊരു സ്വാധീനമുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, UAE പോലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഖത്തറിന്റെ പ്രധാന ഊർജ്ജ കയറ്റുമതി പ്രകൃതിവാതകമാണ്. UAE പോലുള്ള രാജ്യങ്ങളിൽ ഊർജ്ജ കയറ്റുമതി കൂടുതലും എണ്ണയുടെ രൂപത്തിലാണ്. പ്രകൃതിവാതകത്തിന്റെ കച്ചവടം ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് കര വഴിയുള്ള പൈപ്പ് ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കടൽ വഴിയും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ അത് കുറച്ച് ചെലവേറിയതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഖത്തറിന് കര വഴി തന്നെ വാതകങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. കര അതിർത്തിയാണെങ്കിൽ സൗദി അറേബ്യയുമായിട്ട് മാത്രമാണുള്ളത്. സ്വാഭാവികമായിട്ടും അത്രയും കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് സൗദി അറേബ്യ എന്നിരിക്കെ സൗദിക്ക് പകരം മുസ്ലിം രാജ്യങ്ങൾക്കിടയിലെ ഒരു ലീഡർ എന്ന രീതിയിൽ ഉയർന്നു വരാനാണ് ഖത്തർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആ നിലയിലാണ് ഖത്തർ തങ്ങളെ തന്നെ കാണുന്നത്.
ആ ഒരു ബോധ്യത്തോടെയാണ് സൗദിയെ പോലും വെല്ലുവിളിക്കാൻ ഇവർ തയ്യാറായിട്ടുള്ളതും. GCCയിൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ ഖത്തർ ആഗ്രഹിക്കുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. പ്രധാനമായിട്ടും സൗദിയുടെ സ്വാധീനം കുറയ്ക്കാനും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഖത്തർ അറബ് സ്പ്രിംഗ് പ്രക്ഷോഭങ്ങളെ അടക്കം പിന്തുണയ്ക്കുന്നത്. തങ്ങളുടെ സ്വാധീനം കുറയാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളെ ഏതു വിധേനയും തടയേണ്ടത് സൗദിയുടെ ആവശ്യം കൂടിയാണ്. കൂടാതെ ഖത്തർ ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ പോലുള്ള തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വാദവും സൗദി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നതല്ല, വ്യക്തമായ സ്രോതസ്സുകൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കൂടുതൽ അറിയേണ്ടവർക്ക് ആ തലക്കെട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വായിക്കാൻ സാധിക്കുന്നതാണ്. എന്താണെങ്കിലും മേൽപ്പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ടാണ് സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ഖത്തറിന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. 2017 ജൂൺ 6 സൗദി അറേബ്യ, UAE, യമൻ, ഈജിപ്ത്, മാലിദ്വീപ് ഖത്തറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അവർ അവരുടെ വ്യോമാതിർത്തികളും തുറമുഖങ്ങളും പാടെ അടച്ചു കളഞ്ഞു. പിന്നീട് എല്ലാ GCC രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ഖത്തർ വിടാൻ ഉത്തരവിട്ടു. സൗദി അറേബ്യ, UAE, ബഹ്റിൻ രാജ്യങ്ങളിലെ ഖത്തറി സ്വദേശികൾക്കും താമസക്കാർക്കും രാജ്യം വിടാൻ 2 ആഴ്ചത്തെ സമയമാണ് അവർ അനുവദിച്ചത്. ഇതൊന്നും കൂടാതെ ഉപരോധം നീക്കുന്നതിന് ഖത്തറിന് മേൽ അവരൊരു കൂട്ടം വ്യവസ്ഥകൾ വെക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട 5 വ്യവസ്ഥകൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. 1. ഇറാനുമായിട്ടുള്ള നയതന്ത്ര ദൗത്യങ്ങൾ അവസാനിപ്പിക്കുക, അവരുമായിട്ടുള്ള വ്യാപാരം കുറച്ചുകൊണ്ടുവരിക. 2. ഭീകരർ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തികളോടും സംഘടനകളോടുമുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. ഖത്തറിന്റെ നയങ്ങൾ മൂലമുണ്ടായ ജീവനാശത്തിനും മറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുക. 3. അൽ ജസീറയും അതിന്റെ അനുബന്ധ മീഡിയ സ്റ്റേഷനുകളും അടച്ചുപൂട്ടുക. ഖത്തർ പിന്തുണയ്ക്കുന്ന നിരവധി വാർത്താ ഔട്ട്ലെറ്റുകൾക്ക് ധനസഹായം നൽകുന്നത് നിർത്തലാക്കുക. 4. തുർക്കിയുമായിട്ടുള്ള സംയുക്ത സൈനിക സഹകരണം അവസാനിപ്പിക്കുക. 5. പരമാധികാര രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. സൗദി, UAE, ഈജിപ്ത്, ബഹ്റിൻ എന്നിവിടങ്ങളിലെ ഭരണവിരുദ്ധ നേതാക്കൾക്കോ ഗ്രൂപ്പുകൾക്കോ നൽകുന്ന പിന്തുണയും സഹായവും നിർത്തലാക്കുക. അവരുമായിട്ടുള്ള മുൻകാല ബന്ധങ്ങളും പിന്തുണയും വിശദീകരിക്കുന്ന എല്ലാ ഫയലുകളും കൈമാറുക. ഇതെല്ലാമായിരുന്നു ആ വ്യവസ്ഥകൾ. എന്തായാലും 5 വ്യവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഖത്തർ ഈ ആവശ്യങ്ങളെല്ലാം നിരസിച്ചു. അവ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും നടപ്പിൽ വരുത്താൻ സാധിക്കാത്തതാണെന്നും അറിയിച്ചു. അങ്ങനെ ഖത്തർ ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഖത്തറിന് മേലുള്ള ഉപരോധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുന്നത്. തുടക്കത്തിൽ ഉപരോധം കൊണ്ട് ഖത്തറിന് പ്രതിസന്ധികളുണ്ടായിരുന്നു. എന്നാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധമാണ് അതിവിദഗ്ധമായിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ട് അവർ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത്. ശരിക്കും ഗ്യാസ് പൈപ്പ് ലൈനുകൾ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലേക്ക് വരുന്ന 40% ഭക്ഷ്യസാധനങ്ങളും അസംസ്കൃത വസ്തുക്കളും സൗദി റൂട്ട് വഴിയാണ് ഖത്തറിലെത്തുന്നത്. സൗദി വഴിയുള്ള ഫുഡ് പ്രോഡക്ട്സിന്റെയും മറ്റ് വസ്തുക്കളുടെയും ഇറക്കുമതിക്ക് തടസ്സം വന്നപ്പോൾ ഖത്തർ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടുകയാണ് ചെയ്തത്. ജോർദാൻ, തുർക്കി, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ അവർ നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ദൂരെ ബ്രസീൽ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് പോലും വസ്തുക്കൾ ഇറക്കുമതി ചെയ്തു. കൂടാതെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും സർക്കാർ തലത്തിൽ ആരംഭിച്ചു. പാൽ ഉൽപ്പന്നങ്ങൾക്കും മറ്റും സൗദിയെ ആശ്രയിച്ചിരുന്ന ഖത്തർ സർക്കാർ തലത്തിൽ പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമം വഴി മത്സ്യം, പാലുൽപ്പന്നം, പോൾട്രി എന്നീ മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ഓരോ വർഷം ചെല്ലുന്തോറും എത്ര കണ്ട് ഖത്തർ സ്വയം പര്യാപ്തതയിൽ മുന്നേറ്റം നടത്തിയെന്ന കാര്യം. 2017 2019 ഇടയ്ക്ക് സൗദിയുടെ ആഭ്യന്തര ഭക്ഷ്യ ഉൽപ്പാദനം മുൻ വർഷങ്ങളേക്കാൾ 400% കൂടുകയാണ്. ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഐറിഷ് കമ്പനിക്ക് പണം നൽകി പാൽ കറക്കുന്ന യന്ത്രങ്ങൾ അതിവേഗത്തിൽ ഖത്തറിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. തുടർന്ന് റഷ്യയുടെ കാർഗോ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യൂറോപ്പിൽ നിന്ന് പശുക്കളെ ഇറക്കുമതി ചെയ്തു. വേനൽ ചൂട് 46 ഡിഗ്രിക്ക് മുകളിലെത്തുന്ന ഖത്തറിൽ പശുക്കളെ വളർത്തുന്നതിന് പരിമിതികളുണ്ട്. അവയെ മേയാൻ പുറത്തുവിടാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക, സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി, റൊമാനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പശുക്കൾക്ക് കഴിക്കാനുള്ള പുല്ല് അവർ ഇറക്കുമതി ചെയ്യുന്നത്. പശുക്കളുടെ ചൂട് കുറയ്ക്കാൻ തൊഴുത്തിൽ AC വരെ അന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. 2017 ഖത്തറിന്റെ ഉപയോഗത്തിനാവശ്യമായ 80% പാലുൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യായിരുന്നു. എന്നാൽ ഉപരോധം പ്രഖ്യാപിച്ച് 2019 ആവുമ്പോഴേക്കും ഉപയോഗത്തിനാവശ്യമായ 95% രാജ്യത്ത് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാമെന്ന നിലയിലേക്ക് ഖത്തർ വളർന്നു വന്നു. അതായത് ഉപരോധം മൂലം പാലുൽപാദനത്തിൽ
ഖത്തർ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് സാരം. ഇത് മാത്രമല്ല, ഖത്തറിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകളും എയർക്രാഫ്റ്റ് ഉപകരണങ്ങളും മറ്റും ദുബായ്, അബുദാബി പോർട്ട് വഴിയാണ് ഖത്തറിലെത്തുന്നത്. അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഖത്തർ കയറ്റുമതി ചെയ്യുന്ന ഓയിൽ, ഗ്യാസ് ഉൽപ്പന്നങ്ങൾ ഇതേ പോർട്ടുകൾ വഴിയാണ് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ഉപരോധം മൂലം ഇതെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രകൃതി വാതക കയറ്റുമതിയെ ബാധിക്കുന്നില്ല. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് ദ്രാവക രൂപത്തിലുള്ള പ്രകൃതി വാതകങ്ങളുടെ ലോകത്തിലെ മുൻനിര കയറ്റുമതിക്കാരാണ് ഖത്തർ. അതിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ, UAE എന്നീ രാജ്യങ്ങളാണ്. ശ്രദ്ധിക്കണം, UAEയും ഈ പട്ടികയിലുണ്ട്. UAEയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടല്ലോ. അവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതിയിലധികവും അവർ ഇറക്കുമതി ചെയ്യുന്ന ഗ്യാസിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഖത്തറിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതിനാൽ തന്നെ UAEയെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവർക്ക് അവരുടെ നയത്തെ തന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയാണ്. അതായത് തങ്ങളെ ഉപരോധിച്ച രാജ്യത്തിന് പോലും കടൽ വഴി ഖത്തർ വാതകം വിൽക്കുകയാണ്. അടുത്ത വിഷയം വന്നത് വിമാന സർവീസിലാണ്. ലോകത്തിലെ തന്നെ വലിയ വിമാന സർവീസ് കമ്പനികളിലൊന്നാണ് ഖത്തർ എയർവേസ്. എയർസ്പേസ് നിയന്ത്രണങ്ങൾ കാരണം ഖത്തർ എയർവേസിന് 18 പ്രാദേശിക നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. എയർ റൂട്ട് പോലും മാറ്റേണ്ട അവസ്ഥ വന്നതിനാൽ വിമാനയാത്രകൾക്ക് കൂടുതൽ സമയം വേണ്ടി വന്നു. ഇത് വിമാനം പറക്കുന്ന സമയം കൂട്ടുകയാണ്. അതുമൂലം വിമാനത്തിന്റെ ഇന്ധന ചെലവും വർദ്ധിക്കുകയാണ്. ഈ മാപ്പിൽ ഓറഞ്ച് നിറത്തിൽ കാണിച്ചിരിക്കുന്ന വര എയർസ്പേസ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേയുള്ള റൂട്ടും ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് എയർസ്പേസ് അടച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള റൂട്ടുമാണ്. ഇതിൽ നോക്കിയാൽ കാണാം സൗദി എയർസ്പേസിലൂടെ കടന്നു പോവേണ്ട ഖത്തറി വിമാനങ്ങൾ ഇറാന്റെയും ഒമാന്റെയും എയർസ്പേസിലൂടെയാണ് കടന്നുപോയത്. അതുമൂലം വലിയ രീതിയിൽ ഇന്ധനച്ചെലവും വർദ്ധിച്ചു. ഇതേ വ്യോമാതിർത്തി നിയന്ത്രണങ്ങളുടെ ഫലമായി തന്നെ 2017 ഖത്തർ എയർബൗണ്ട് ഇറക്കുമതി 2016 അപേക്ഷിച്ച് 40% കുറവാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തർ എയർവേസ് വരുമാനത്തിൽ 19% കുറവ് ഉണ്ടാവുന്നു. ഖത്തർ വിമാനങ്ങളിൽ പറക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിലും 20% ഇടിവുണ്ടായി. എന്നാൽ അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. UAE, സൗദി, ബഹ്റിൻ, ഈജിപ്ത് മുതലായ രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് ഖത്തർ ഫ്ലൈറ്റുകൾ തുർക്കി, ഒമാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിലൂടെ വഴിതിരിച്ചുവിട്ടു. ഖത്തർ എയർവേസ് ഉപരോധ സമയത്ത് വെല്ലുവിളി നേരിട്ടുവെങ്കിലും അവർ പുതിയ റൂട്ടുകൾ ഉണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ടത് മൊറോക്കോ, സൊമാലിയ, ബോട്സ്വാന, അങ്കോള തുടങ്ങിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നിരവധി രാജ്യങ്ങളിലേക്കുള്ളതായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ഖത്തർ എയർവേസ് ഇറ്റാലിയൻ എയർലൈൻ കമ്പനിയായ മെറിഡിയാനയുടെ 49% ഓഹരികൾ സ്വന്തമാക്കി. 2019 ചൈനയുടെ സദേൺ എയർലൈനിന്റെ 5% ഓഹരികളും മോസ്കോയിലെ നുക്കോവോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 25% ഓഹരികളും സ്വന്തമാക്കുകയാണ്. 50%-ന് പുറത്ത് ഓഹരി ഇല്ലാത്തതിനാൽ തന്നെ ഇതൊന്നും ഖത്തറിന്റെ കമ്പനികളല്ല. അതുകൊണ്ട് തന്നെ ഉപരോധിക്കാൻ പറ്റില്ല. കൂടാതെ ഈ കമ്പനികൾക്കുണ്ടാവുന്ന ലാഭത്തിന്റെ പങ്ക് ഓഹരി ഉടമയായ ഖത്തറിന് കിട്ടുകയും ചെയ്യും. സ്റ്റാറ്റിസ്റ്റിയുടെ കണക്ക് നമ്മൾ നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാണ്. 2017 ശേഷം വരുമാനം കുത്തനെ കുറയുന്നത് കാണാം. പിന്നീട് 2020 കോവിഡ് സമയത്ത് വളരെയധികം നഷ്ടം സംഭവിക്കുന്നു. ഇതെല്ലാ വിമാന കമ്പനികൾക്കും ആ സമയത്ത് സംഭവിക്കുന്നതുമാണ്. എന്നാൽ പിന്നീട് പതുക്കെ നഷ്ടം കുറയുകയാണ്. 2022 ആയപ്പോഴേക്കും മുൻപത്തേക്കാളും ലാഭത്തിലാവുകയാണ്. ഇനി ഇറക്കുമതിയുടെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിയാൽ ഉപരോധം വന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ ഖത്തർ ഹമദ് തുറമുഖം ഉദ്ഘാടനം ചെയ്തു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണിത്. ഉപരോധ സമയത്ത് പുതിയ മറൈൻ റൂട്ടുകൾ വഴി സാധനങ്ങളും ചരക്കുകളും ലഭ്യമാക്കുന്നതിന് ഈ തുറമുഖമാണ് പ്രധാന പങ്ക് വഹിച്ചത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. GCC രാജ്യങ്ങളിൽ നിന്ന് അകന്നുവെങ്കിലും തുർക്കി പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഖത്തർ കൂടുതൽ ഊർജിതമാക്കി മാറ്റുകയാണ്. ഉപരോധ സമയത്ത് തുർക്കി ഖത്തറിന് സൈനികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള പിന്തുണയെല്ലാം നൽകുന്നുണ്ട്. 2 രാജ്യങ്ങളും തമ്മിലുള്ള 2018 വ്യാപാരം 2017 അപേക്ഷിച്ച് 57% വർദ്ധിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക വിനിമയം $1.4 ബില്യൺ വരെ എത്തിയതായിട്ട് നമുക്ക് കാണാം. ശരിക്കും ഖത്തറിനെ പിന്തുണച്ചത് തുർക്കിക്കും വലിയ രീതിയിൽ ഗുണമായിട്ട് മാറുന്നുണ്ട്. തുർക്കിയിലെ ഖത്തറിന്റെ നിക്ഷേപം ഗണ്യമായി വർദ്ധിച്ച് $22 ബില്യൺ വരെ കവിഞ്ഞത് നമുക്ക് കാണാവുന്നതാണ്. ഉപരോധ സമയത്ത് തന്നെ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തുർക്കി ചരക്ക് കപ്പലുകളും പിന്നെ ഭക്ഷണവുമായിട്ട് 100 കണക്കിന് വിമാനങ്ങളും എല്ലാം അയച്ചതും നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തുർക്കി വലിയ രീതിയിൽ ഉപരോധ സമയത്ത് പ്രതിസന്ധികൾ നേരിട്ട ഖത്തറിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കിയാൽ 2022 ഖത്തറിൽ നടന്ന അല്ലെങ്കിൽ ആ സമയത്ത് ഭാവിയിൽ നടക്കേണ്ടതായിട്ട് അവർ കരുതിയിരുന്ന ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ട സ്റ്റേഡിയങ്ങൾ, ഗതാഗത പദ്ധതികൾ ഇതെല്ലാം ഉണ്ടാക്കേണ്ടത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. ഈ സമയത്താണ് ഉപരോധം വരുന്നത്. അതുകൊണ്ട് സ്റ്റീൽ അടക്കമുള്ള നിർമ്മാണ സാമഗ്രികളിൽ പലതും ഈ GCC രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഉപരോധം നിലനിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഖത്തർ മുൻകൂട്ടി തയ്യാറാക്കിയ ബാക്കപ്പ് പ്ലാനിന്റെ ഭാഗമായിട്ട്
ഒമാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് വളരെ ഗംഭീരമായിട്ട് നടത്താൻ ഖത്തറിന് സാധിച്ചതും ലോകം കണ്ട കാഴ്ചയുമാണ്. അതായത് പറഞ്ഞു വരുമ്പോൾ ഉപരോധം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായത് ഇതേ രാജ്യത്തിന് തന്നെയാണ്. GCCയിലെ സൗദിയുടെ സ്വാധീനത്തെ വെല്ലുവിളിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. GCCക്ക് പുറത്തും അകത്തും മറ്റ് സഖ്യകക്ഷികളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും ഈ സമയത്ത് തന്നെ ഖത്തറിന് സാധിക്കുന്നുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിൽ സൗദിക്ക് പാരലലായി നായക സ്ഥാനത്തേക്ക് ഉയരാനും ഖത്തറിന് സാധിക്കുകയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഈ ഉപരോധങ്ങളൊന്നും സാമ്പത്തികപരമായിട്ട് ഖത്തറിനെ ബാധിച്ചില്ല എന്ന് മാത്രമല്ല, GDP മുൻപത്തേക്കാളും ഉയരുകയും ചെയ്യുകയാണ്. പാലുൽപാദനമടക്കമുള്ള പല കാര്യങ്ങളിലും സൗദിയെ ആശ്രയിക്കേണ്ട അവസ്ഥ പോലും അവർക്കിപ്പോൾ ഇല്ല. അവർ സ്വയം പര്യാപ്തരാണ്. ഉപരോധത്തിന്റെ സമ്മർദ്ദം ഉണ്ടായിട്ടും അന്താരാഷ്ട്ര സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഉപരോധത്തെ നേരിടാൻ ഖത്തറിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, എതിരാളികൾ പുറപ്പെടുവിപ്പിച്ച നിബന്ധനകളിൽ ഒന്നുപോലും അവർ പാലിച്ചിട്ടില്ല. ഇതിനിടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉപരോധം നടക്കുന്ന സമയത്ത് തന്നെ താരതമ്യേന നിഷ്പക്ഷത പാലിച്ച കുവൈത്തിന്റെയും ഒമാന്റെയും മധ്യസ്ഥതയിൽ സമാധാന ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടാവുമെങ്കിലും നമുക്കറിയാം, ഒരു പക്ഷത്ത് നിൽക്കാത്ത ആളുകൾ സമാധാന ശ്രമങ്ങൾ നടത്തുന്നതാണ്. ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ നടന്നിരുന്നു. അതുകൂടാതെ ഈ അവസ്ഥ ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ ഇറാൻ അടക്കമുള്ളവർക്ക് അത് ഗുണമാവുമെന്ന് അമേരിക്ക, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഗൾഫ് രാജ്യങ്ങൾ എണ്ണ വരുമാനത്തെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഖത്തറിനെ ഉപരോധിക്കുകയാണെങ്കിൽ വളരെ വലിയ പ്രശ്നമായിരിക്കും. അവർ കാറ്റ്, സൗരോർജ്ജം തുടങ്ങിയ എനർജി സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാനുള്ള പ്ലാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും വിജയിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ പവർ ഗ്രിഡുകൾ അതിർത്തിക്കപ്പുറത്തേക്ക് വികസിപ്പിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിൽ പരസ്പരം വിഘടിച്ചു നിന്നാൽ അത് സൗദിക്കും നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഖത്തറുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മറ്റ് GCC രാജ്യങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുക്കുന്നു. 2021 ജനുവരി 5 സൗദിയിലെ അൽ ഉലായിൽ 6 അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത GCC ഉച്ചകോടിയിൽ ഖത്തറിനെതിരായ ഉപരോധം ഔദ്യോഗികമായിട്ട് പിൻവലിച്ചു. അതായത് മുൻപ് പറഞ്ഞു വെച്ച നിബന്ധനകൾ ഒന്നുപോലും പാലിക്കാതെ ഖത്തർ ഉപരോധത്തെ അതിജീവിച്ചു. ഇന്ന് നോക്കിയാൽ ഉപരോധങ്ങളിൽ ഒന്നും തളരാതെ GCCയിലെ കറുത്ത കുതിരയായി ഖത്തർ കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ എന്താണെങ്കിലും 2017 ഖത്തർ നേരിട്ട ഉപരോധത്തെക്കുറിച്ചും അവർ അതിനെ അതിജീവിച്ച മാർഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പരമാവധി കാര്യങ്ങൾ ചുരുക്കിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുകയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ ആളുകൾക്ക് ഇതേക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രവാസികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ ചായ കുടിക്കാൻ ചെലവാക്കുന്ന പണം മാത്രം ഓരോ മാസവും അടച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കവറേജ് ആയിരിക്കും കുടുംബത്തിന് ലഭിക്കുക എന്ന കാര്യം മറക്കാതിരിക്കുക. സർക്കാർ നൽകുന്ന 5-10 ലക്ഷം രൂപ കാത്തിരുന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് കാലിയാവാൻ വലിയ സമയം വേണ്ട എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ വലിയ തുക മുടക്കിയിട്ട് ചെറിയ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഇൻഷുറൻസുകളിലും ഏറ്റവും നല്ലത് ടേം ഇൻഷുറൻസ് തന്നെയാവും. എന്താണെങ്കിലും 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് വേണ്ട പ്ലാൻ എടുക്കാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.